കുര്യാക്കു ആര്യപാദാബ്ജ പരാഗപരമാണവ വിജ്ഞാനാമോദസുഭഗാഃ സ്ഫുരന്തു ഹൃദയേ സദാ. ആദരണീയനായ കേന്ദ്ര സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രൊഫസർ ശ്രീനിവാസ് വർക്കേടി, ഗുരുവായൂർ ക്യാമ്പസിൻ്റെ അധ്യക്ഷനും വളരെ ഊർജ്ജസ്വലനുമായ എൻ്റെ സുഹൃത്ത് പ്രൊഫസർ കെ ഷൈൻ, എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും സംസ്കൃത സാഹിത്യ വിഭാഗത്തിൻ്റെ കേന്ദ്ര സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഈ പരിപാടിയുടെ കോർഡിനേറ്റർ കൂടിയായ പ്രൊഫസർ ER നാരായണൻ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സംസ്കൃത പ്രേമികളെ, പ്രൊഫസർ MS മേനോനോട് അതിരറ്റ ബഹുമാനവും സ്നേഹവും ഉള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പരിപാടിയുടെ നോട്ടീസ് രൂപപ്പെടുത്തിയപ്പോൾ അതിൽ എനിക്ക് അയച്ചു കിട്ടിയപ്പോൾ അതിന് ഇംഗ്ലീഷിലാണ് ടൈറ്റിൽ എഴുതിയിരുന്നത്. മലയാള നിരൂപണത്തിൽ പ്രസിദ്ധനായ ഒരു സംസ്കൃത പണ്ഡിതനെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടത് ഇംഗ്ലീഷിലല്ല എന്ന് ഉള്ള ധാരണ എനിക്കുള്ളതുകൊണ്ടും സർവകലാശാലയ്ക്കുള്ളതുകൊണ്ടും അത് മലയാളത്തിൽ മതി എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അത് വളരെ ഔചിത്യപൂർണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിരവധി സർവകലാശാലകളുടെ പ്രോഗ്രാമുകളിൽ സംസാരിക്കാൻ സന്ദർഭമുണ്ടായ സമയത്തൊക്കെ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മാനസികമായ അടുപ്പവും മനോവികാരത്തിൻ്റെ വലിയൊരു വിഷയവുമായ എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ M ശ്രീധരമേനോൻ എന്ന് മുഴുവൻ പേരുള്ള ചുരുക്കപ്പേരിൽ MS മേനോൻ എന്ന് വിളിക്കപ്പെടുന്ന മഹാപണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് എപ്പോഴും നമ്മുടെ മാതൃഭാഷയാണ് അതിന് പറ്റിയത്. പാവറട്ടിയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ക്യാമ്പസ് ഡയറക്ടർ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രൊഫസർ കെ ഷൈനും അതുപോലെ തന്നെ പ്രൊഫസർ നാരായണനും പറയുകയുണ്ടായി, പാവറട്ടി ഈ ഇപ്പോഴത്തെ കേന്ദ്രീയ സംസ്കൃത വിശ്വവിദ്യാലയത്തിൻ്റെ പൂർവാശ്രമമാണ്. ആ പൂർവാശ്രമത്തിൽ പഠിച്ചിരുന്ന പ്രൊഫസർ MS മേനോൻ ദീർഘമായ 7 കൊല്ലക്കാലം പ്രശസ്തരായ അധ്യാപകരുടെ ഇവിടെ അവരുടെ പലരുടെയും പട്ടികയൊക്കെ പറഞ്ഞു. എൻ്റെ അച്ഛൻ ഉൾപ്പെടെ പ്രൊഫസർ PC വാസുദേവൻ ഇളയത്, KP നാരായണ പിഷാരടി, ND കൃഷ്ണനുണ്ണി, ഡോക്ടർ ER ശ്രീകൃഷ്ണ ശർമ്മ, MP ശങ്കുണ്ണി നായർ, ചെറുകാട്, ഇങ്ങനെ തുടങ്ങി നിരവധി, എല്ലാവരുടെയും പേര് പറയേണ്ടതാണ്. അങ്ങനെ ഉള്ള മഹാവ്യക്തികളുടെ പണ്ഡിതന്മാരുടെ കീഴിൽ പഠിച്ച ആളാണ് പ്രൊഫസർ MS മേനോൻ. പക്ഷേ വിശേഷിച്ച് സാഹിത്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ സാഹിത്യ ശിരോമണി എന്ന് ഇന്ന് ആചാര്യ അല്ലെങ്കിൽ MA എന്നൊക്കെ പറയുന്നത് പോലെ ആ കാലത്തുണ്ടായിരുന്ന ഡിഗ്രിയാണ് ശിരോമണി. അത് ബിരുദം എന്നാണ് പറയുക, ഓറിയൻ്റൽ ബിരുദം. അത് സാഹിത്യത്തിൻ്റെ പ്രൊഫസർ
എൻ്റെ അഭിവന്ദ്യ പിതാവായിരുന്ന യശശരീരനായ പ്രൊഫസർ PC വാസുദേവനിളയതായിരുന്നു. എൻ്റെ മുത്തശ്ശൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശൻ്റെയും ശിഷ്യനാണ് MS മേനോൻ. അച്ഛൻ്റെയും ശിഷ്യനാണ്, എൻ്റെ ഗുരുനാഥനുമാണ്. എനിക്കും മൂന്നാമത്തെ തലമുറയായിട്ട് ഈ പ്രശസ്തമായ ഈ സ്ഥാപനത്തിൽ, ഈ കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയിൽ മുത്തശ്ശനും അച്ഛനും അച്ഛൻ്റെ ഒപ്പം എനിക്കും ജോലി ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ ഭാഗ്യങ്ങളൊക്കെ നിരവധി വിലപ്പെട്ട ഭാഗ്യങ്ങളാണ്. ജീവിതത്തിൽ അസുലഭമായി, വളരെ അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യങ്ങളാണ്. അതെല്ലാം ലഭിച്ചതിലുള്ള ധന്യത ഞാൻ ഒട്ടും മറച്ചു വയ്ക്കുന്നില്ല. മേനോൻ മാഷ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ 8 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട അന്നത്തെ കോഴ്സ് വളരെ ബുദ്ധിമാനായതുകൊണ്ട് 4 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും അങ്ങനെ 14 വയസ്സായപ്പോഴേക്കും കോളേജിൽ വന്ന് ചേരാൻ പഠിക്കാനുള്ള സന്ദർഭം ഉണ്ടാവുകയും ചെയ്തു. ഗുരുവായൂരിലെ സംസ്കൃത സംസ്കൃത വിദ്യാലയത്തിലായിരുന്നു മാഷ് പഠിച്ചിരുന്നത്. പിന്നീട് പാവറട്ടിയിലെ സാഹിത്യദീപിക സംസ്കൃത കോളേജിൽ വന്നു. ഇന്നത്തെ സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാവറട്ടി ക്യാമ്പസ് എന്ന് പറയുന്നത് ആ കെട്ടിടമാണ്, ആ സ്ഥാപനമാണ്. പിന്നെ അവിടെ സാഹിത്യത്തിലെ ഉപരിപഠനവും ഇതെല്ലാം കഴിഞ്ഞിട്ട് മാഷ് പല കലാലയങ്ങളിലും അധ്യാപകനായി ജോലി ചെയ്തു. മുണ്ടൂരുള്ള ഗോഖലെ ഹൈസ്കൂളിൽ അധ്യാപകനായി, കൊടകര NV കൃഷ്ണവാര്യരോടൊപ്പം കൊടകര നാഷണൽ ഹൈസ്കൂളിൽ അധ്യാപകനായി, തുടർന്ന് കേരളോർമ കോളേജിൽ NV കൃഷ്ണവാര്യർക്ക് ശേഷം അവിടെ അധ്യാപകനായി വന്നു. പിന്നീട് പാലക്കാട് വിക്ടോറിയ കോളേജ്, ബ്രണ്ണൻ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, മഹാരാജാസ് കോളേജ് എറണാകുളം, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളിൽ പല പദവികളിൽ ജോലി ചെയ്തതിന് ശേഷം പ്രൊഫസറും വിഭാഗാധ്യക്ഷനുമായി കാലിക്കറ്റ് സർവകലാശാലയിൽ വന്നു. അങ്ങനെ സംസ്കൃത വകുപ്പ് സ്ഥാപിച്ചത് പ്രൊഫസർ MS മേനോനാണ്. അന്ന് മാഷ്ക്ക് ഇടങ്കയും വലങ്കയുമായിട്ട് ആ വലിയ ഭഗീരഥ പ്രയത്നം നിർവഹിക്കാൻ മാഷെ സഹായിച്ചത് പ്രൊഫസർ സുകുമാർ അഴീക്കോടാണ്. അങ്ങനെ ഇതൊക്കെയാണ് മാഷുടെ ജീവചരിത്രം. മാഷുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സാഹിത്യ നിരൂപണത്തിലെ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വ്യക്തിപരമായി മാഷ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് നല്ലപോലെ അറിവുണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ആമുഖമായി പറഞ്ഞത്. ഞാൻ എൻ്റെ MA പഠനം മദ്രാശി സർവകലാശാലയിൽ 74 അവസാനിക്കുന്നത്. തുടർന്ന് ഞാൻ സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാവറട്ടി ക്യാമ്പസിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. ആ കാലത്ത് സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ, അന്ന് രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ എന്നാണ് പറയുക, കേന്ദ്രീയ സംസ്കൃത വിദ്യാപീഠം, അവിടെ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്യുകയും പ്രൊഫസർ MS മേനോൻ്റെ മാർഗദർശനത്തിൽ ആദ്യത്തെ സാഹിത്യത്തിൽ PhD എടുത്തു. രണ്ടാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ NV കൃഷ്ണവാര്യരുടെ നിർദ്ദേശപ്രകാരമാണ് ന്യായശാസ്ത്രത്തിലെ ഒരു പഠനം ഞാൻ നിർവഹിച്ച് ഒരു തീസിസ് സമർപ്പിച്ച് എൻ്റെ രണ്ടാമത്തെ PhD ലഭിച്ചത്. ഇങ്ങനെ 2 PhDകൾ, ഏതാണ്ട് ഒരു 10-12 ദീർഘ വർഷങ്ങൾ ഗവേഷണത്തിന് മാഷുടെ കീഴിൽ, പ്രൊഫസർ MS മേനോൻ്റെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. വളരെ സൗമ്യവും ദീപ്തവുമായിരിക്കുന്ന, വളരെ അദൃശ്യനും അഭിഗമ്യനുമായ ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രൊഫസർ MS മേനോൻ. അത് ഇനി അദ്ദേഹത്തിൻ്റെ
സാഹിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ചർച്ചകളിൽ അതൊക്കെ വരും. അദ്ദേഹം കേരള സംസ്കൃത അക്കാദമിയുടെ ചെയർമാനായിരുന്നു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെയും സാഹിത്യ സമിതിയുടെയും ഒക്കെ അധ്യക്ഷനായിരുന്നു. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഉണ്ടായി, അധ്യക്ഷനായിട്ടുണ്ടായി. ഒരുപാട് സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രകാവ്യമായ സുഭദ്രാഹരണത്തിൻ്റെ ആദ്യമായി അത് ക്രിട്ടിക്കൽ എഡിഷൻ ചെയ്ത് പ്രകാശനം ചെയ്തത് മാഷാണ്. മാഷ PhD തീസീസ് അതാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇരുന്നു കൊണ്ട് ആ വിഭാഗത്തെ വളരെ പ്രശസ്തമായ ഒരു ഇൻ്റർനാഷണൽ പഠന കേന്ദ്രമായി വികസിപ്പിച്ചെടുത്തതും അവിടെ താളിയോല ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് അപ്രകാശിതങ്ങളായ കൃതികൾ പ്രകാശനം ചെയ്ത് സംസ്കൃത പഠനത്തിൻ്റെ വൈപുല്യം വളരെ പ്രായോഗികമായി നമുക്ക് അനുഭവപ്പെടുത്തി തന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു MS മേനോൻ. വളരെ ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും എന്ന് ഗാന്ധിജി പറയുന്ന ആ ഗുണങ്ങളെല്ലാം ഒരുമിച്ച് ഏതൊരാളിലാണോ സമന്വയിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ പേരാണ് പ്രൊഫസർ MS മേനോൻ. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. വളരെ തീവ്രമായൊരു വികാരമാണ് മേനോൻ മാഷയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത്. ഗുരുശിഷ്യ ബന്ധം മാഷുമായിട്ടുള്ള എല്ലാവർക്കും അതായിരിക്കും. മാഷ കീഴിൽ പഠിച്ചവർക്കൊക്കെ ആ വികാരം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ഉദാത്തന്മാരായ ഗുരുനാഥന്മാരെ കിട്ടലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ആ സൗഭാഗ്യം ആവോളം അനുഭവിച്ച ആളാണ് ഈ ഞാൻ. ഇവിടെ മാഷയുടെ അധ്യാപനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്, മാഷയുടെ ഗവേഷണത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്, മാഷയുടെ സംസ്കൃത പ്രചരണത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. എല്ലാറ്റിലും ഉപരിയായിട്ട് കേരളത്തിൻ്റെ സംസ്കൃത പണ്ഡിതന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ആ പാരമ്പര്യത്തിലെ ഏതാണ്ട് അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് പോലെ ആ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാത്ത ഒരു വലിയ യോഗ്യത ഇവിടുത്തെ സംസ്കൃത പണ്ഡിതന്മാർക്ക് കേരളത്തിലുണ്ട്. കേരളത്തിലെ പണ്ഡിതന്മാരുടെ ആ മഹാത്മ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ജനിച്ച് ഒട്ടുമുക്കാലും സംസ്കൃത പണ്ഡിതന്മാർ, ഇപ്പോൾ KP നാരായണ പിഷാരടി ആയാലും ആറ്റൂർ കൃഷ്ണപിഷാരടി ആയാലും NV കൃഷ്ണവാര്യരായാലും വാസുദേവനുള്ളതായാലും ഇവരൊക്കെ ആരായാലും MS മേനോനൊക്കെ അവരുടെ സംസ്കൃത പാണ്ഡിത്യം നമ്മുടെ കൊച്ച് മലയാള ഭാഷയ്ക്ക് അതിൻ്റെ വികാസത്തിന് വേണ്ടിയാണ്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ അലങ്കാര ഗ്രന്ഥങ്ങൾ, നമ്മുടെ നാടകങ്ങൾ, കാവ്യങ്ങൾ ആദ്യകാലത്തൊക്കെ ഒരു 50 വർഷം 60 വർഷം മുമ്പ് വരെ മലയാളത്തിലെ കൃതികൾ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന് തർജ്ജമ ചെയ്ത കൃതികളാണ്. അല്ലാണ്ട് മലയാളത്തിൻ്റെ കൃതികൾ സ്വതന്ത്രമായിട്ട് വളരെ കുറവായിരുന്നു. സംസ്കൃതത്തിലെ കൃതികളൊക്കെ മലയാളത്തിലേക്ക് ധാരാളമായി തർജ്ജമ ചെയ്യുകയും സംസ്കൃത വിജ്ഞാനം മലയാളികൾക്ക് അനുഭവപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സേവനം. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ കുറവാണ്. ഇല്ല എന്ന് പറയുകയല്ല, വളരെ കുറവാണ്. അങ്ങനെ ഉള്ള ഒരു വലിയ പണ്ഡിത ശൃംഖലയുടെ അവസാനത്തെ കണ്ണി എന്ന് ഏറെക്കുറെ പറയാൻ കഴിയുന്ന ഒരാളാണ് പ്രൊഫസർ MS മേനോൻ. സാഹിത്യം സമൂഹത്തിനും നമ്മുടെ ദൈനംദിന ജീവിതത്തിനും എങ്ങനെ ഉപയോഗപ്പെടണം, എങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയും, എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം, ഇതിനെക്കുറിച്ച് ഇത്ര കണ്ട് ആധികാരികമായി ചിന്തിച്ച മറ്റൊരു സാഹിത്യ നിരൂപകൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല. സാഹിത്യ നിരൂപണത്തിൽ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ 21ആയി 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഏറ്റവും വലിയ ഒരു സമസ്യ ഭാഷാസാഹിത്യ പഠന മേഖലകളിൽ ഉണ്ടായിരുന്നത്
സാഹിത്യ നിരൂപണം എങ്ങനെ നിർവഹിക്കും എന്നുള്ളതായിരുന്നു. ഭാരതത്തിൽ സാഹിത്യ നിരൂപണം ഒട്ടും കുറവൊന്നുമല്ല. വളരെ സമ്പന്നമായ ഒരുപക്ഷെ ലോകത്തിലെ സാഹിത്യ നിരൂപണ മേഖലയെ താരതമ്യപ്പെടുത്തുമ്പോൾ ഭാരതത്തിൻ്റെ സംഭാവന വളരെ വളരെ വലുതാണ്. പക്ഷേ നമ്മുടെ അലങ്കാരശാസ്ത്ര, കാവ്യശാസ്ത്ര, സാഹിത്യശാസ്ത്ര പഠനങ്ങൾക്ക് അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. അതിൻ്റെ മഹത്വം ഉള്ളത് പോലെ തന്നെ അതിന് ചില പരിമിതികളുമുണ്ട്. അത് പ്രധാനമായും വന്നു ചേർന്നത്, ആ പരിമിതികൾ സംഭവിച്ചത് പാശ്ചാത്യ സമ്പർക്കത്തിൽ നമ്മുടെ നാട്ടിൽ, ഭാരതത്തിൽ പല ദിക്കിലും, നമ്മൾ കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, കേരള ഭാഷയും യൂറോപ്യൻ ഭാഷകളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ ആരംഭിച്ചതോടുകൂടി മലയാളം വളരെ സമ്പുഷ്ടമായി, സമ്പന്നമായി, പല വ്യത്യസ്ത രീതിയിലുള്ള സാഹിത്യ രൂപങ്ങൾ, നോവൽ, ചെറുകഥ തുടങ്ങിയ സംസ്കൃതത്തിൽ പരിചയമില്ലാത്ത, നമ്മുടെ പാരമ്പര്യത്തിൽ കാണാത്ത പുതിയ പുതിയ സാഹിത്യ രൂപങ്ങൾ ഉടലെടുത്തു. ആ സാഹിത്യ രൂപങ്ങൾ ഉടലെടുത്തപ്പോൾ അവയെ നിരൂപണം ചെയ്യാൻ കഴിയുന്ന ഒരു മാനദണ്ഡം എന്താണ് എന്ന് നമ്മുടെ പ്രാചീന അലങ്കാര ശാസ്ത്രങ്ങളെ ആധാരമാക്കി നിർവഹിക്കാൻ സാധിക്കാതെ വന്നു. ഇത് വലിയൊരു സമസ്യയായിരുന്നു. ഇത് എൻ്റെ ഇനിയുള്ള പ്രഭാഷണത്തിൻ്റെ ഭാഗമായി ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കുട്ടിക്കൃഷ്ണമാരാരെ പോലെ, MP ശങ്കുണ്ണി നായരെ പോലെ, മുണ്ടശ്ശേരി മാഷെ പോലെയൊക്കെയുള്ള സാഹിത്യ നിരൂപകന്മാർ അവരവരുടെ തട്ടകങ്ങളിൽ വലിയ വലിയ പരീക്ഷണങ്ങളും പ്രയത്നങ്ങളും ചെയ്തതായി നാം കാണുന്നത്. അത് കാണുമ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അത് വളരെ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും. അത്ര വലിയൊരു ഇതായിട്ടൊന്നും അനുഭവപ്പെടില്ല. പക്ഷേ അത് ഒരു വലിയ മാർഗീദേശി ഒരു കണക്ഷൻ പോലെ അതിനെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത്. അതിന് വളരെ വലിയൊരു ക്യാൻവാസുണ്ട്. പക്ഷേ അവിടെയും നമ്മുടെ നിരൂപകന്മാർക്ക് പലതും വഴങ്ങാത്തതായി നിലനിന്നിരുന്നു. സാഹിത്യ നിരൂപണങ്ങളിൽ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉടലെടുത്തു. തനി പ്രാചീനമായുള്ള പരമ്പരാഗതമായിരിക്കുന്ന സാഹിത്യ നിരൂപണങ്ങളിൽ പലതും കാലത്തിനനുസരിച്ച് അപ്രസക്തമായി മാറി. സ്വാഭാവികമായിട്ട് ഏതറിവും അങ്ങനെയാണ്. കാലം ചെല്ലുമ്പോൾ ചിലതൊക്കെ അപ്രസക്തമാവും, കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും അത് പ്രസക്തമായി എന്ന് വരാം. അതിന് ഉദാഹരണം തന്നെ ആദ്യകാലത്ത് സമഷ്ടിയായിരിക്കുന്ന സാഹിത്യ നിരൂപണം പാശ്ചാത്യ നാടിന് അന്യമായിരുന്നത്, അല്ല, വെഷ്ടി രൂപത്തിലുള്ള സാഹിത്യ നിരൂപണം, പദപദാർത്ഥ നിഷ്ഠമായ സാഹിത്യ നിരൂപണം, സാഹിത്യ അപഗ്രഥനം, അത് പരിചിതമില്ലാതിരുന്ന അല്ലെങ്കിൽ അപ്രസക്തമായിരുന്ന പാശ്ചാത്യ നാടുകളിൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ അത് അവർ ഏറ്റെടുത്തിരിക്കുക. അവിടെ അപ്രസക്തമായിരുന്നു, ഇപ്പോൾ പ്രസക്തമാണ്. അതേപോലെ തന്നെ നമുക്ക് അപ്രസക്തമായിരുന്ന, അല്ലെങ്കിൽ നമുക്ക് വഴങ്ങാതിരുന്ന, അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടാതിരുന്ന സമഷ്ടി രൂപത്തിലുള്ള സമഗ്രമായ ഒരു ഗ്രന്ഥത്തിൻ്റെ നിരൂപണം എന്ന് പറയുന്നത്, അത് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നമ്മൾ വശമാക്കിക്കൊണ്ടിരിക്കുകയാണ്, പാശ്ചാത്യരെ പോലെ. പാശ്ചാത്യർക്ക് അത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിചിതമാണ്. സംസ്കൃതത്തിൻ്റെ ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, നമ്മൾ സിദ്ധാന്തത്തിലാണ് നമുക്ക് പ്രാധാന്യം. സിദ്ധാന്തം എന്നൊരു വാക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർഘടമായ അർത്ഥം കൂടിയുണ്ട്. വാശി എന്നാണ് അതിനർത്ഥം പറയാം. അതിലൊരു സിദ്ധാന്തമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാൽ വാശിയുള്ള കുട്ടിയാണ്. ചില മർക്കട മുഷ്ടി, ചില നിർബന്ധ ബുദ്ധി, വാശി, ഈ അർത്ഥത്തിലാണ് സിദ്ധാന്തപദം മലയാളികൾ ഏറിയ കൂറും ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ
നമുക്ക് ധ്വനി സിദ്ധാന്തം, രസസിദ്ധാന്തം, അലങ്കാര സിദ്ധാന്തം, വക്രോക്തി സിദ്ധാന്തം, ഇങ്ങനെ ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്. സിദ്ധാന്തങ്ങൾ പറഞ്ഞാൽ തിയറികളാണ്. പക്ഷേ ഇവയുടെ എല്ലാം പ്രായോഗിക തലത്തിലുള്ള നിരൂപണം, ഈ സിദ്ധാന്തങ്ങളെ പ്രായോഗികമാക്കണമല്ലോ. പ്രായോഗികമായ നിരൂപണത്തിൽ നമ്മൾ പലപ്പോഴും സാഹിത്യത്തിൻ്റെ ഫോമും കണ്ടൻറ്റും ഉള്ളതിൽ ആകൃതിയും അതിൻ്റെ പ്രകൃതിയും, അതിൽ ആകൃതിയുമായിട്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽ അധികം ചർച്ച നടന്നിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞ ശബ്ദം, അർത്ഥം, അതിൻ്റെ അലങ്കാരങ്ങൾ, ഇങ്ങനെ കാവ്യ ശരീരം അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ശരീരം, ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇങ്ങനെ സിദ്ധാന്തങ്ങൾക്കാണ് നമ്മുടെ നാട്ടിൽ എന്നും മുൻകൈ ഉണ്ടായിരുന്നത്, മുൻതൂക്കം ഉണ്ടായിരുന്നത്. പാശ്ചാത്യ നാടുകളിൽ പ്രാചീന കാലത്ത് അതായിരുന്നില്ല. അവിടെ സിദ്ധാന്തങ്ങൾക്കല്ല പ്രാധാന്യം, അവിടെ പ്രായോഗിക സാഹിത്യ നിരൂപണത്തിനാണ്. ആ പ്രായോഗിക സാഹിത്യ നിരൂപണം സമൂഹ കേന്ദ്രിതമായിട്ട് നടക്കേണ്ട ഒരു സംഗതിയാണ്. ആ സമൂഹ കേന്ദ്രിതമായിരിക്കുന്ന ഒരു സമൂഹത്തെ മൊത്തമായി സമഷ്ടിയായി, ഒരു കാവ്യത്തെ തന്നെ സമഷ്ടിയായി കാണുമ്പോഴാണ് ഒരു സമൂഹത്തെ സമഷ്ടിയായി നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ സമഷ്ടിയായൊരു സാഹിത്യ നിരൂപണം നമുക്ക് അന്യമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് പാശ്ചാത്യ ഭാഷകളുമായുള്ള സമ്പർക്കത്തിൽ നൂതനങ്ങളായിരിക്കുന്ന സാഹിത്യ രൂപങ്ങൾ, നോവൽ, ചെറുകഥ മുതലായവ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ അത് സംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു തുടങ്ങി. അവയുടെ നിരൂപണം എങ്ങനെ വേണം എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളിയെ അഡ്രസ്സ് ചെയ്ത സമ്പ്രദായം, അതിനെ എങ്ങനെയാണ് അന്നത്തെ സാഹിത്യ നിരൂപകന്മാർ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്തു, അതിൽ നിന്ന് ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണോ ഉണ്ടായത്, ആ പ്രശ്നത്തിൽ നിന്ന് തല ഊരുകയാണോ ഉണ്ടായത്, അതോ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരത്തിന് വേണ്ടി നമ്മുടെ നിരൂപകന്മാർ അതിനുള്ള വഴികൾ കണ്ടെത്തുകയാണോ ചെയ്തത്? പ്രാചീന സമ്പ്രദായത്തിൽ സാഹിത്യ നിരൂപണത്തിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത്, അതിൻ്റെയൊക്കെ പ്രസക്തി എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്? ആധുനികമായിട്ടുള്ള സാഹിത്യ നിരൂപണത്തിലെ അംശങ്ങൾ ഏതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? ഇങ്ങനെ പല വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ടുണ്ട്. പുരോഗമനം എന്നാൽ പാരമ്പര്യത്തിൻ്റെ പൂർണ്ണ നിരാസമാണോ? ആധുനിക സാഹിത്യ നിരൂപണം വരുമ്പോൾ പഴയതിനെയൊക്കെ ത്യജിക്കണം എന്ന് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങൾ, ജീവൽ സാഹിത്യ പ്രസ്ഥാനങ്ങളൊക്കെ വല്ലാതെ മുറവിളി കൂട്ടുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു ഉത്തര കാലഘട്ടം ആണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ പുരോഗമനം എന്നത് പാരമ്പര്യത്തിൻ്റെ പൂർണ്ണ നിരാസമാണ് എന്ന് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയുടെ അന്തരീക്ഷത്തിലാണ്. ആ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന സംസ്കൃത മലയാള സാഹിത്യ നിരൂപകനായിരുന്നു പ്രൊഫസർ എം എസ് മേനോൻ. എം ശ്രീധരമേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമധേയം. പാരമ്പര്യത്തിലും അതുപോലെ തന്നെ ആധുനികതയിലും നീരക്ഷീര വിവേകത്തോടെ സമീപിക്കുകയും പാരമ്പര്യത്തിലെ ജഡമായ അംശങ്ങളെ നിർദ്ദയം തിരസ്കരിക്കുന്നതോടൊപ്പം പാരമ്പര്യത്തിലെ ചൈതന്യവത്തായ അംശങ്ങളെ മുറുകെ പുണരുകയും സ്വീകരിക്കുകയും ചെയ്ത സാഹിത്യ നിരൂപണത്തിലെ നവോത്ഥാന നായകനായ മേനോൻ മാസ്റ്ററുടെ ഈ ജന്മശതാബ്ദിയിൽ ഇതിൻ്റെ സ്മാരക പ്രഭാഷണം നിർവഹിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു എന്നുള്ളതിൽ എൻ്റെ ഭാഗ്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ആ ഭാഗ്യം ഞാൻ രേഖപ്പെടുത്തുന്നു. നവോത്ഥാന ചിന്ത അത്
സമസ്ത മേഖലകളിലും കടന്ന് ചെല്ലുകയും യാഥാസ്ഥിക പ്രാചീന പാരമ്പര്യ ചിന്തകളെ തൂത്തെറിഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി സുഗമമാക്കാൻ വലിയ ഒരളവോളം സാധിക്കുകയും ചെയ്ത പ്രസ്തുത കാലഘട്ടത്തിൽ ഏറ്റവുമധികം വെല്ലുവിളികൾ നേരിട്ട ഒരു വിഭാഗമായിരുന്നു സാഹിത്യ നിരൂപകന്മാർ. മലയാള ഭാഷ സാഹിത്യ പഠന മേഖലകളെല്ലാം, സാഹിത്യം ഈ മേഖലകളെല്ലാം ഈ വെല്ലുവിളി ഏറിയും കുറഞ്ഞും ഈ മേഖലകളിലെല്ലാം നിലനിന്നിരുന്നു. ഭാഷ, സാഹിത്യം ഇവയുടെ വിവിധ പഠന മേഖലകൾ പാരമ്പര്യത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും എന്നാൽ സ്വയം പര്യാപ്തതയിൽ നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഈടുവെപ്പ് വേണ്ടിടത്തോളം ഇല്ലാതിരിക്കുകയും ചെയ്ത 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് വിദ്യാഭ്യാസത്തിൽ തികച്ചും പ്രാചീന സമ്പ്രദായത്തിൻ്റെ പ്രതീകമായ പാവറട്ടി സാഹിത്യ ദീപിക സംസ്കൃത കോളേജിൽ നിന്ന് മേനോൻ മാസ്റ്റർ സംസ്കൃതത്തിലും ഭാരതീയ തത്വചിന്തയിലും സാഹിത്യ നിരൂപണത്തിലും ഉപരിപഠനം നിർവഹിച്ച് നിരൂപണ രംഗത്ത് തൻ്റേതായ തട്ടകം കണ്ടെത്തുന്നത്. അക്കാലത്ത് മലയാള സാഹിത്യ തറവാട്ടിലെ പ്രശസ്തരായ ഒട്ടുമുക്കാലും നിരൂപകന്മാർ സംസ്കൃത പാരമ്പര്യത്തിൽ വളർന്നവരും അതിൻ്റെ ശക്തിയായ അടിത്തറയിൽ ഏതു തരത്തിലുള്ള സാഹിത്യ രൂപത്തെയും വിലയിരുത്തുവാൻ തൻ്റെ സംസ്കൃത പാണ്ഡിത്യം കൊണ്ട് സാധിക്കുമെന്നും വിശ്വസിച്ചവരായിരുന്നു. അലിഖിതമെങ്കിലും നിലനിന്നിരുന്നൊരു കീഴ്വഴക്കം ഭാഷാധ്യാപനത്തിന് സംസ്കൃത വൈദുഷ്യം അപരിഹാര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്ന സംസ്കൃത അധ്യാപകനും നിരൂപകനുമായിരുന്ന മേനോൻ മാസ്റ്റർ പാരമ്പര്യത്തെ അതിവേഗത്തിൽ തച്ചുടച്ച് മുന്നോട്ട് കുതിച്ചിരുന്ന സാഹിത്യ നിരൂപണത്തിലെ നവോത്ഥാന ചിന്തകളെ ഏതു രീതിയിൽ നോക്കിക്കണ്ടിരുന്നുവെന്നും ജീവൻ സാഹിത്യത്തിൻ്റെയും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും വക്താവും അതുപോലെ തന്നെ പ്രയോക്താവും ആയി മാറി എന്നുള്ളതും ചിന്തിക്കുന്നത് വളരെ രസകരമായിരിക്കും. മേനോൻ മാസ്റ്റർ യൗവനാരംഭത്തിൽ സംസ്കൃത സാഹിത്യ നിരൂപണ തത്വങ്ങൾ പഠിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രൊഫസർ PC വാസുദേവനുള്ളത്, KP നാരായണപിഷാരടി മുതലായ പണ്ഡിതന്മാരുടെ കീഴിലായിരുന്നു. പാവറട്ടിയിലെ കോളേജ് വിദ്യാഭ്യാസ കാലത്തായിരുന്നു ഈ പഠനമെല്ലാം. സംസ്കൃത സാഹിത്യം പ്രധാനമായി പഠിക്കുക എന്നുള്ളത് ആ കാലത്ത് ഒരു 7 വർഷം ആണ് ഉണ്ടായിട്ടുള്ളത്. അക്കാലത്ത് തന്നെയായിരുന്നു ആ സംസ്കൃത സാഹിത്യ പഠനം പ്രാചീന രീതിയിൽ അഭ്യസിക്കുന്ന അതേ കാലത്ത് തന്നെയായിരുന്നു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാതലായ ആശയങ്ങൾ NV കൃഷ്ണവാര്യർ, ചെറുകാട് തുടങ്ങിയവരിൽ നിന്ന് പഠിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. പ്രാചീന രീതിയിൽ ചിട്ടയോടെ സംസ്കൃത സാഹിത്യവും ദർശനങ്ങളും പഠിക്കാൻ അവസരമുണ്ടായത് മേനോൻ മാസ്റ്റർക്ക് ഒരു വലിയ വഴിത്തിരിവായി മാറി. അവയെ സ്വീകരിക്കണമോ അവയെ കളയണമോ, ഈ പാരമ്പര്യത്തിലുള്ള അറിവുകളെ ഇനി അങ്ങോട്ട് മുന്നോട്ട് സാഹിത്യ പഠനത്തിനും സാഹിത്യ അപഗ്രഥനത്തിനും വിശകലനത്തിനും നിരൂപണത്തിനും ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അത് ചിട്ടയോടെ അതിൻ്റെ അതിൻ്റെ ഡെപ്തിൽ പഠിക്കണം. അത് പഠിക്കാൻ പാവറട്ടിയിൽ സാധിച്ചു എന്നുള്ളതാണ് മേനോൻ മാഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ്. പാരമ്പര്യത്തെയും ആധുനികതയെയും നിർമ്മത്സരമായി സമീപിക്കുകയും അതിൻ്റെ അന്തസ്സാര വേത്താവായി ഗുണദോഷ വിവേചനത്തോടുകൂടി പുരോഗമനത്തിന് അവയിൽ നിന്ന് എത്ര കണ്ട് സ്വീകരിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തത് ഔചിതീദാസനായ മഹാകവി കാളിദാസൻ്റെ
പുരാണമിത്യേവ ന സാധു സർവം നചാപി കാവ്യം നവമിത്യവദ്യം സന്ത പരീക്ഷ്യ അന്യതരത് ഭജന്തേ മൂഢ പരപ്രത്യയ നയബുദ്ധി എന്ന സിദ്ധാന്തത്തെ, കാളിദാസൻ്റെ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചായിരുന്നു. പഴയതെന്ന് പറഞ്ഞ് എല്ലാം മോശമെന്നില്ല, പുതിയതെന്ന് വെച്ച് ഒക്കെ പഴയതെന്ന് വെച്ച് എല്ലാം സാധുവാണെന്നില്ല, പുതിയതെന്ന് വെച്ച് എല്ലാം മോശമാണെന്നും അർത്ഥമില്ല. പഴയതിലും പുതിയതിലും വിവേകികൾ വിവേചനം ചെയ്ത്, ഗുണദോഷ വിവേചനം ചെയ്ത് ആവശ്യമുള്ളത് രണ്ടെന്നും സ്വീകരിക്കട്ടെ എന്നാണ് കാളിദാസൻ്റെ സിദ്ധാന്തം. അക്കാലത്ത് ഉദിച്ചുയർന്നു വന്ന നവോത്ഥാന സൂര്യൻ്റെ പ്രകാശത്തിൽ സംസ്കൃത സാഹിത്യ നിരൂപണ പാരമ്പര്യത്തിലെ ജഡമായ സാമൂഹിക പ്രസക്തിയില്ലാത്തതും മുന്നേറ്റത്തിന് വിലങ്ങുതടിയായിരുന്നവയും ആയ ചിന്താപദ്ധതികളെ മാസ്റ്റർ തുറന്നുകാട്ടി. നമ്മുടെ പാരമ്പര്യത്തിലും ചില കുഴപ്പങ്ങളുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അവയെയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കേവലം പദപദാർത്ഥനിഷ്ഠമായ അലങ്കാര ചർവണ വിരസമായി തോന്നിയ ആ കാലഘട്ടത്തിൽ സാഹിത്യത്തെ സാമൂഹ്യ നന്മയ്ക്കെന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്കൃത പാരമ്പര്യത്തിലെ താരതമ്യേന അർവാചീനമെന്ന് പറയാവുന്ന, വളരെ പഴക്കമുള്ളതല്ല, ഭരതൻ്റെയൊക്കെ പോലെ പ്രാചീനമല്ല, അർവാചീനം, ആനന്ദവർദ്ധനും അതുപോലെയുള്ള ആളുകളൊക്കെ അർവാചീനമെന്ന് പറയാവുന്ന സർവൈരാദൃതമായ ധ്വനി രസസിദ്ധാന്തങ്ങളെ അവയുടെ പൂർണ്ണ ചൈതന്യത്തോടെ ആധുനിക സാഹിത്യ നിരൂപണത്തിൻ്റെ ഇന്ധനമാക്കി മാറ്റുകയാണ് മാസ്റ്റർ ചെയ്തത്. അങ്ങനെ ആധുനിക സാഹിത്യ നിരൂപണത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ മലയാള ഭാഷയിൽ ഇന്ന് ധ്വനിക്കും രസത്തിനും ഏതെങ്കിലും പ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ പ്രതിഷ്ഠ സംഭവിച്ചത് മേനോ മാഷുടെ വിദഗ്ധമായ പഠന രീതികളാണ്, അപഗ്രഥന രീതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മർക്കടമുഷ്ടി അഥവാ കടുംപിടുത്തം എന്ന അർത്ഥത്തിൽ മലയാളി പലപ്പോഴും ഉപയോഗിച്ചു പോകുന്ന സിദ്ധാന്ത പദത്തെ, ഞാൻ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, വളരെ പരിഹാസാത്മകമായി പ്രാചീന ആലങ്കാരികന്മാരുടെ വാദഗതികളിൽ മേനോൻ മാസ്റ്റർ അവതരിപ്പിക്കുന്നുണ്ട്. ഭാരതീയ പാരമ്പര്യത്തിലെ സൈദ്ധാന്തിക കാർക്കശ്യം, ഇപ്പോൾ അനുമാന അന്തർഭാവം വ്യഞ്ജനയുടെ പറയുന്ന ഭാഗത്ത്, അതുപോലെ രസധ്വനികളെ സ്ഥാപിക്കുന്നിടത്ത്, ഇങ്ങനെയുള്ള അതുപോലെ അലങ്കാരങ്ങളുടെ ശാബ്ദബോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലൊക്കെ ഇതൊക്കെ സാമാന്യമായി സംസ്കൃത സാഹിത്യ നിരൂപണം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സൈദ്ധാന്തിക കാർക്കശ്യം, അതാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ നാം ശാസ്ത്രത്തിൻ്റേതായ ഒരു കാർക്കശ്യം അവിടെ അനുഭവപ്പെടുന്നു. സാഹിത്യമാണ് നാം ചർച്ച ചെയ്യുന്നത് പലപ്പോഴും മറക്കുന്നു. അങ്ങനെ ആ സൈദ്ധാന്തിക കാർക്കശ്യം പോലെ അതിനെ അങ്ങേയറ്റം വിമർശിക്കപ്പെടേണ്ടതാണ്. ആ സൈദ്ധാന്തിക കാർക്കശ്യം അതിനെ വിമർശിക്കുന്ന പോലെ തന്നെ തികച്ചും വിമർശിക്കപ്പെടേണ്ടതാണ് പാശ്ചാത്യ നിരൂപണത്തിലുള്ള ദാർശനിക അടിത്തറയുടെ പോരായ്മയുമെന്ന് അദ്ദേഹം സദൃഷ്ടാന്തം പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ സൈദ്ധാന്തിക കാർക്കശ്യം എപ്രകാരം ഹാനി ഉണ്ടാക്കുന്നുവോ നിരൂപണത്തിന്, ആരോഗ്യകരമായ സാഹിത്യ നിരൂപണത്തിൻ്റെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ പാശ്ചാത്യ നാട്ടിൽ ദർശനങ്ങളുടെ വേണ്ട പോലെയുള്ള ശാസ്ത്രങ്ങളുടെ അടിത്തറയില്ലായ്മ അവിടുത്തെ പ്രായോഗിക സാഹിത്യ നിരൂപണത്തെ നിഷ്പ്രഭമാക്കുന്നുണ്ട്. എന്നാൽ ജനസാമാന്യത്തെ ആശ്ലേഷിക്കുന്ന പാശ്ചാത്യരുടെ പ്രായോഗിക സാഹിത്യ നിരൂപണം ഭാരതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയുണ്ടായില്ലെന്ന വസ്തുതയും മാസ്റ്റർ മറച്ചുവെക്കുന്നില്ല. വിശ്വമഹാകവികളായ വാൽമീകി, വ്യാസൻ, ഭാസൻ, കാളിദാസൻ തുടങ്ങിയവരുടെ സാഹിത്യകൃതികളെ സമഗ്രമായി സമഷ്ടിരൂപത്തിൽ അവയിൽ ധന്യമാനമായ മഹത്തായ രസപ്രപഞ്ചത്തെയും അതുപോലെ തന്നെ ജീവിത ദർശനങ്ങളെയും അനാവരണം ചെയ്യുവാൻ കെൽപ്പുള്ള ഒരു സാഹിത്യ നിരൂപണ പ്രസ്ഥാനവും ഭാരതദേശത്ത്
ഉദയം കൊള്ളുകയുണ്ടായില്ല എന്ന് മാസ്റ്റർ വ്യക്തമാക്കുന്നു. വളരെ പ്രധാനമായൊരു നിരീക്ഷണമാണ്. നമ്മൾ ധ്വനി, രസം എന്നൊക്കെ പ്രബന്ധവ്യാപിയായ കാവ്യത്തിൻ്റെ അലൗകിക ചമൽക്കാരത്തെക്കുറിച്ച് അതിനുള്ള സിദ്ധാന്തങ്ങളുണ്ടായി, ഉദാഹരണങ്ങൾ പഠിപ്പിച്ചു ധ്വനികാരൻ. ഇതൊക്കെ ചെയ്തുവെങ്കിലും ധ്വന്യാലോകത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും അങ്കിരസ ചർച്ചയിൽ ആ കാവ്യത്തെ സമഷ്ടിയായി കണ്ടുകൊണ്ട്, ആ സമഷ്ടിയായ നിരൂപണമാണല്ലോ നമുക്കില്ലാത്തത് എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ സമഗ്രമായ സമഷ്ടിയായ കാവ്യത്തെ മൊത്തമായി കണ്ടുകൊണ്ട്, ഒരു കാട് കാണണമെങ്കിൽ ആ കാടിൻ്റെ പുറത്തുനിന്ന് വേണം കാട് കാണാൻ. കാടിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ മരങ്ങൾ മാത്രമേ കാണുള്ളൂ. ഓരോ മരങ്ങളും കണ്ട് നമുക്ക് തിരിച്ചു വരാം, പക്ഷേ അത് കാട് കണ്ടു എന്ന് പറയില്ല. നമ്മുടെ വ്യാഖ്യാനങ്ങളൊക്കെയാണ് നമ്മുടെ നിരൂപണങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൽ വ്യാഖ്യാനങ്ങളാണ് നിരൂപണങ്ങൾ. ഓരോ ശ്ലോകം എടുക്കുക, ശ്ലോകം വ്യാഖ്യാനിക്കുക, അതിൻ്റെ അർത്ഥം പറയുക, അതിൻ്റെ അലങ്കാരം പറയുക, അതിൻ്റെ ഗുണം, രസം, രീതി മുതലായവ പറയാം. പക്ഷേ ഒരു കാവ്യത്തെ മൊത്തമായി എന്താണ് അതിൽ സമാജത്തിനുള്ള, സമൂഹത്തിനുള്ള സന്ദേശം, അതെന്താണ് നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത്, ഇത് വളരെ വിശേഷമുള്ള ഒരു കാര്യമാണ്. ഇതാണ് ധ്വനികാരൻ വ്യുൽപ്പത്തി അവിനാഭാവിയായ രസം എന്ന് പറയുന്നത്. കേവലം രസമല്ല കാവ്യത്തിൻ്റെ അങ്കിയായിട്ടുള്ള ചൈതന്യം. ആ രസത്തിൻ്റെ ഒരു നാണയം പോലെ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ, ഒരു വശം രസവും മറുവശം വ്യുത്പത്തിയും അറിവുമാണ്. വ്യുത്പത്തിയോട് വേർപെടാത്ത രസമാണ് കാവ്യത്തിൻ്റെ ആത്മാവെന്നാണ് അദ്ദേഹം 4-ാം ഉദ്യോഗത്തിൽ ആത്യന്തികമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ സാഹിത്യ നിരൂപണ പ്രസ്ഥാനവും ഭാരതത്തിൽ ഉദയം കൊണ്ടില്ല. അങ്ങനെ സമഗ്രമായി ഒരു കാളിദാസൻ്റെ കൃതി, ഒരു വാൽമീകിയുടെ രാമായണം, അല്ലെങ്കിൽ ഭാസൻ്റെ ഏതെങ്കിലും നാടകങ്ങൾ, ഏതെങ്കിലും ഒരു കൃതിയെടുത്ത് പൂർണ്ണമായും അതിൻ്റെ ധ്വനികളെ എല്ലാം പരിചയപ്പെടുത്തി ആ ഗ്രന്ഥത്തെ സമഷ്ടിയായി നിരൂപണം ചെയ്യുന്ന ഒരു പ്രക്രിയ ധ്വനികാരനും ചെയ്തില്ല, അതിനുശേഷമുള്ള ആരും ചെയ്തില്ല. ചെയ്തില്ല എന്ന് പറയുന്ന മേനോമാഷും ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുസ്ഥിതി. ഇതിപ്പോൾ ഒരു ആരെയും ഇതായിട്ട് പറയല്ല, ഒരു വ്യക്തിപരമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. ഇവരാരും ചെയ്യലുണ്ടായില്ല. അങ്ങനെ ഒരു കെൽപ്പുള്ള സാഹിത്യ നിരൂപണ പ്രസ്ഥാനം ഭാരതത്തിൽ ഉദയം കൊണ്ടില്ല എന്നുള്ളത് എന്ന് മേനോൻ മാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും തുറന്ന് പറയുമ്പോഴും ഈ പോരായ്മ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുണ്ടല്ലോ, അത് പരിഹരിക്കുവാനുള്ള ഒരു പ്രയത്നവും മേനോൻ മാസ്റ്ററുടെ ആ സമകാലികന്മാരോ അതിന് ശേഷമുള്ളവരോ ആയിരിക്കുന്ന ഒരു സാഹിത്യ നിരൂപകനും ചെയ്തതായി കാണുന്നില്ല. ഏറെക്കുറെ ഭാരതീയ സാഹിത്യ നിരൂപണം വൃത്താലങ്കാര പ്രവണമായിരുന്നുവെന്നും അത് ഒട്ടുമുക്കാലും പദപദാർത്ഥ ആശ്രിതമായിരുന്നുവെന്നും കാവ്യത്തെ സമഗ്രമായി വിലയിരുത്തുവാൻ അവ അസമർത്ഥങ്ങളായിരുന്നുവെന്ന് ആണെന്നും വിശദമാക്കുന്ന മേനോൻ മാസ്റ്റർ ഈ വിഷയത്തിൽ NV കൃഷ്ണവാര്യരോടാണ് യോജിക്കുന്നത്. NVയുടെ ഒരു പ്രസ്താവനയുണ്ട്. കാട് കാണാൻ പോയ നമ്മുടെ പൂർവികർ മരങ്ങൾ കണ്ട് മടങ്ങി വന്നു. കാടിൻ്റെ ഉള്ളിൽ കയറി ഓരോ മരവും ഇത് അകിലാണ്, ഇത് ചന്ദനമാണ്, ഇത് വീട്ടിയാണ്, ഓരോന്നിൻ്റെയും മേന്മ അവർ വർണ്ണിച്ചു. ഒരു കാവ്യത്തിൻ്റെ ഉള്ളിൽ കയറി ഓരോ ശ്ലോകം എടുത്ത് ആ ശ്ലോകം വേറെ വേറെ വർണ്ണിച്ചു. പക്ഷേ അത് പദപദാർത്ഥ അലങ്കാരനിഷ്ഠമായിരുന്നു. അത് സമഷ്ടിയായ കാവ്യത്തിൻ്റെ ശോഭയെ കാണിച്ചു തന്നില്ല എന്ന് പറയുകയാണ്. ഈ NVയുടെ ഈ നിരീക്ഷണത്തിൽ അടങ്ങിയതാണ് മേനോൻ മാസ്റ്ററുടെ പാരമ്പര്യ സംസ്കൃത സാഹിത്യ നിരൂപണത്തിൻ്റെ മൂല്യനിർണയം. യൂറോപ്യൻ സാഹിത്യവുമായിട്ടുണ്ടായ ബാന്ധവത്തിൽ മലയാളത്തിൽ ഉടലെടുത്ത ചെറുകഥ, നോവൽ, നാടകം തുടങ്ങിയ സാഹിത്യരൂപങ്ങളെ സമഗ്രമായി വിലയിരുത്തുവാനുള്ള സാമഗ്രികൾ നമുക്കില്ലായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നേരിട്ട ഈ ദുരവസ്ഥയെ തരണം ചെയ്യുവാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പുരോഗമന ഇച്ഛുക്കളായ സാഹിത്യ വിമർശകന്മാർ. നവോത്ഥാന കാലഘട്ടം വാസ്തവത്തിൽ ആവശ്യപ്പെട്ടിരുന്ന പ്രായോഗിക നിരൂപണ സിദ്ധാന്തങ്ങൾ പൊതുവേ ഇല്ലാതിരുന്ന സാഹചര്യത്തിലും കാൻ്റ്, എലിയറ്റ് തുടങ്ങിയ യൂറോപ്യൻ തുടങ്ങിയ പാശ്ചാത്യ സാഹിത്യ നിരൂപകരെ
നിഷ്പ്രഭമാക്കുന്ന, അവിടുത്തെ ഏറ്റവും വലിയ ആളുകളാണ്, ജയൻസാണ് അവർ, പക്ഷെ അവരെപ്പോലും നിഷ്പ്രഭമാക്കുന്ന കനപ്പെട്ട സാഹിത്യ തത്വങ്ങൾ ഭാരതത്തിൽ ഉടലെടുത്തുവെന്ന് പക്ഷപാതരഹിതമായി മേനോൻ മാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ സംഭാവന കുറവൊന്നുമല്ല, ചെറുതൊന്നുമല്ല, വളരെ വലിയതാണ്. പലതും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ മീതയുമാണ്. എന്നാലും നമ്മുടെ നിരൂപണത്തിന് പല പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ മനസ്സിലാക്കലാണല്ലോ നമുക്ക് ആവശ്യം, അത് പരിഹരിക്കലുമാണ്. പാരമ്പര്യത്തിലെ നെല്ലും പതിരും വേർതിരിച്ച് അതിൽ മുഴുത്ത മണികളെ, വർത്തമാനത്തിലെയും ഭാവിയിലെയും നവോത്ഥാന ചിന്തകളെ സാരവത്താക്കുവാനുള്ള, കൂടുതൽ ഊർജ്ജസ്വലവും സമൂഹക്ഷേമകരവും ആക്കി തീർക്കുവാനുള്ള പ്രയത്നമാണ് MS മേനോനെ പോലെയുള്ള ഗ്രാഹ്യ ത്യാജ്യ വിവേകികളായ നിരൂപക അഗ്രണികൾ നിർവഹിച്ചത്. മേനോൻ മാസ്റ്ററുടെ വിവേചന ശക്തി മറ്റ് പലരെപ്പോലെയും കേവലം പാരമ്പര്യത്തിൽ മാത്രമായിരുന്നില്ല. പാരമ്പര്യത്തിൽ വിവേചനം, ഇത് ജഡമാണോ, ഇത് ചൈതന്യമുള്ളതാണോ, ഇത് മുന്നോട്ടുള്ള പോക്കിന് മാനവരാശിക്ക് ഷൈനിങ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണോ, ഒരു ചൈതന്യവത്തായ അംശമാണോ, അതോ ഇത് കേവലം ഒരു ജഡമായ നമുക്കൊരു ഭാരമായിട്ടുള്ളത്, മുന്നോട്ട് പോകാനുള്ള ഭാരമായിട്ടുള്ള സാധനം മാത്രമാണോ എന്ന് കേവലം പാരമ്പര്യത്തിൽ മാത്രമല്ല മേനോൻ മാഷ് ചിന്തിച്ചിരുന്നത്, ആധുനികതയിലും അതുപോലുള്ള ചിന്തയുണ്ടായിരുന്നു. ഗ്രാഹ്യത്യാജ്യ വിവേകം, അവിടെ പുതുമയുടെ ആന്ധ്യം ബാധിച്ച സാഹിത്യ നിരൂപണ സരണികളിലും അത് ശക്തമായി ആഞ്ഞടിച്ചു ആ ഗ്രാഹ്യത്യാജ്യ വിവേചന ശക്തി. മറ്റ് പല നിരൂപകരിലും ധാരാളമായി കാണുവാൻ കഴിയാത്ത ചില അംശങ്ങൾ, ആത്മാർത്ഥത, അസന്നിഗ്ധത, സംക്ഷിപ്തത, പക്ഷപാതരാഹിത്യം എന്നിവ മേനോൻ മാസ്റ്ററുടെ സാഹിത്യ നിരൂപണങ്ങളെ വ്യതിരിക്തങ്ങളാക്കുന്നു. നിരൂപകന് ആർദ്രചേതസ്സായി മനസ്സലിയുന്ന, പ്രശംസകൾ ചൊരിയുന്ന സ്വഭാവം, വിമർശിക്കുന്ന ആളെ, നിരൂപണം ചെയ്യുന്ന കൃതി ഏതാണോ ആ ഗ്രന്ഥകാരനെ മനസ്സലിഞ്ഞ് ഇങ്ങനെ പ്രശംസകൾ ചൊരിയുന്ന സ്വഭാവം തൊട്ടു തീണ്ടാത്തതിനാൽ വിമർശനീയനെ, അങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല, പുകഴ്ത്തുക എന്നുള്ളത്. ആവശ്യത്തിന് പോലും അദ്ദേഹം അങ്ങനെ ഒരു പ്രശംസാ വാക്ക് വളരെ പരിമിതമായേ പറയൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചെയ്തി എന്തുണ്ടായി എന്ന് വെച്ചാൽ, വിമർശനീയൻ ആരെയാണോ വിമർശിക്കുന്നത് ആ വിമർശനീയനെ ഇരുത്തി ചിന്തിപ്പിക്കുവാനും സ്വയം നവീകരണങ്ങൾക്ക് വിധേയനാക്കുവാനും നിരൂപകൻ എന്ന നിലയിൽ മേനോൻ മാസ്റ്റർക്ക് സാധിച്ചതായി കാണുന്നു. അത്യാവേശം നിരൂപണത്തിൽ പല നിരൂപകന്മാർക്കും നാം കാണുന്നതാണ്. വാക്കുകൊണ്ടുള്ള കസർത്ത്, ആവേശം, തൻ്റെ രാഷ്ട്രീയം അതിൽ മാക്സിമം കുത്തിച്ചെലുത്തി അതിനെ സ്ഥാപിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല വ്യായാമങ്ങളും നമ്മളതിൽ കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ആവേശമില്ലാത്ത നിരൂപണ പ്രക്രിയയുടെ ഒരു ദൃഷ്ടാന്തമാണ് മേനോൻ മാസ്റ്റർ. കുട്ടിക്കൃഷ്ണമാരാർ, ജോസഫ് മുണ്ടശ്ശേരി, KN എഴുത്തച്ഛൻ തുടങ്ങിയ പ്രാമാണികന്മാരായ നിരവധി നിരൂപകന്മാരുടെ സംസ്കൃത സാഹിത്യ നിരൂപണത്തിലെ അബദ്ധസഞ്ചാരത്തെ മേനോൻ മാസ്റ്റർ നിർദ്ദയമായി വിമർശിക്കുന്നുണ്ട്. അവരൊക്കെ ഗുരുസ്ഥാനീയരാണ്, ഇവരെല്ലാവരും ഏറെക്കുറെ. പക്ഷേ ഇവരെയൊന്ന് നിരൂപണം ചെയ്യുന്നതിൽ അത് ഗുരുവാണോ ലഘുവാണോ എന്നുള്ള ചിന്തയില്ല. അത് സത്യം വിളിച്ചു പറയുന്നതിൽ മാഷ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. ബഹുമാനവും ആദരവും വേറൊരു വിഷയം. ഇത് കാര്യങ്ങൾ പറയുക എന്നുള്ളത് സത്യസന്ധമായി ചെയ്യുക എന്നുള്ളത് നിരൂപകൻ്റെ ഒരു കർത്തവ്യമാണ്. അതാണ് നിരൂപണം. ആ നിർമ്മത്സര ബുദ്ധിയായി ഗുണദോഷങ്ങൾ വിവേചനം ചെയ്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നിരൂപണം ചെയ്യുക എന്നുള്ള ഒരു കൃത്യം. മലയാള സാഹിത്യത്തിൽ, സംസ്കൃത സാഹിത്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റേ ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ മുതലായ KN എഴുത്തച്ഛൻ തുടങ്ങിയവർ. ഇനി മലയാള ഭാഷയിലേക്ക് കടന്നാൽ ചെറുകാട്, MT വാസുദേവൻ നായർ, B മാധവമേനോൻ, ഖാലിദ്, പമ്മൻ തുടങ്ങി ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള തുടങ്ങിയവരുടെ നോവലുകളെ മേനോൻ മാസ്റ്റർ അവ അർഹിക്കുന്ന രീതിയിൽ വിമർശന വിഷയമാക്കിയിട്ടുണ്ട്. ഇടശ്ശേരിയുടെ
ചാലിയത്തി നാടകത്തിൻ്റെ വിശകലനം അതിൻ്റെ ഉത്കൃഷ്ടമായ രംഗാവതരണ സൗഭാഗ്യം വ്യക്തമാക്കുമ്പോഴും അനുചിത കഥാപാത്രങ്ങളിലൂടെ സ്ഥാനത്തും അസ്ഥാനത്തും കുത്തിച്ചെലുത്തുന്ന തത്വചിന്താംശങ്ങളുടെ അരോചകതയെ വ്യക്തമാക്കുന്ന പല സന്ദർഭങ്ങളും മേനോൻ മാഷ നിരൂപണത്തിൽ കാണാം. അപ്പോൾ തത്വചിന്ത എന്ന് പറയുന്നത് അത് അർഹിക്കുന്ന ചില കഥാപാത്രങ്ങൾ കൂടെയാണെങ്കിൽ ആവാം. അല്ലാതെ വരുമ്പോൾ അത് എങ്ങനെ രസഭംഗം ഉണ്ടാക്കുന്നു, അത് നാടകത്തെ തന്നെ അതിൻ്റെ പരമപ്രയോജനമെന്ന് പറയുന്ന അതിൻ്റെ ആനന്ദാനുഭൂതി ഇല്ലാതാക്കുന്നു എന്നും മാഷ് വളരെ സത്യസന്ധമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിക്കൃഷ്ണ മാരാരുടെ ഒരു കുഴപ്പം പൂർവസൂരികളുടെ അപൂർവങ്ങളായ വ്യാഖ്യാന ദൃഷ്ടികളെ പൂർവ്വ ആചാര്യന്മാരുടെ വ്യാഖ്യാതാക്കൾ, നിരൂപകന്മാർ അവരുടെയൊക്കെ നിരൂപണത്തിലും വ്യാഖ്യാനത്തിലും കാണുന്ന അപൂർവമായ ചില വളരെ പ്രത്യേകതയുള്ള സൂക്ഷ്മമായ വിലപ്പെട്ട ചില അവരുടെ ഒബ്സർവേഷൻസ് എടുത്തിട്ട് തൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ചേർക്കും. പക്ഷേ അത് എവിടുന്ന് അത് എടുത്തതെന്ന് പറയില്ല. ആധവർണ്യം രേഖപ്പെടുത്തില്ല എന്ന് മാരാരെക്കുറിച്ച് വലിയൊരു കംപ്ലയിൻറ്റ് മേനോൻ മാഷ് പറയുന്നു. അത് വളരെ തെറ്റായൊരു കാര്യമാണെന്ന് മാരാരെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആധവർണ്യ സംസൂചനകളില്ലാതെ, അതായത് ഇൻഡപ്റ്റഡ് ടു സോ ആൻഡ് സോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ആളോട് കടപ്പെട്ടിരിക്കുന്നു ഇതിന് എന്ന് പറയാതെ അത് തൻ്റേതെന്ന നിലയിൽ ആണ്. അത് ആധവർണ്യ സംസൂചനകളില്ലാതെ സ്വയംകൃതമാക്കുന്നത്, സ്വയം ചെയ്തതാണിത്, എഴുതിയതാണിത് എന്ന് വരുത്തുന്ന രീതിയിൽ ഉള്ള ഒരു ഏർപ്പാട്. അതുപോലെ തന്നെ ഔചിത്യ തീക്ഷ്ണതയുടെ അങ്ങേയറ്റത്തെ പരാകാഷ്ഠ ഉണ്ട് എന്ന് കാണിക്കുകയും ആ ഔചിത്യത്തിൻ്റെ പരാകാഷ്ഠയിൽ അത് സാഹിത്യകൃതികൾക്ക് വേണ്ട ഔചിത്യം ഇല്ലെങ്കിൽ രസഭംഗം ഉണ്ടാവും എന്നുള്ളതാണല്ലോ ആനന്ദവർദ്ധനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഔചിത്യമാണ് ഏറ്റവും പരമപ്രധാനമായുള്ളൊരു അംശമാണ് കാവ്യത്തിലെ. പക്ഷേ അതും കൃത്രിമമായ ഔചിത്യത്തെ അവതരിപ്പിക്കുന്നത് തന്നെ ഒരു കൃത്രിമമായിട്ടുള്ള രീതിയിലായിട്ട് വരുമ്പോൾ ആ ഔചിത്യ തീക്ഷ്ണതയിൽ മൂലഗ്രന്ഥഭാഗങ്ങളെ പ്രക്ഷിപ്തങ്ങളാക്കുന്നതും ആയ ചെയ്തികൾ മേനോൻ മാസ്റ്റർ വിമർശിക്കുന്നുണ്ട്. വളരെ കർശനമായി തന്നെ അത് മാരാരെ വിമർശിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങൾ. അടുത്ത സുഹൃത്തായ ഉറൂബ്, മേനോൻ മാഷ വളരെ സുഹൃത്താണ്, അവർ നയൽ പോലെ നടക്കുന്ന ആളുകളാണ്. അങ്ങനെ ആ ഉറൂബിൻ്റെ താമരത്തൊപ്പിയെക്കുറിച്ചുള്ള ഒരു വിമർശനമുണ്ട്. അത് ആദ്യം വായിക്കുമ്പോൾ ഒരു തമാശ പോലെ തോന്നുക, കുറേ കഴിയുമ്പോൾ അത് കൂരമ്പ് പോലെ ഇങ്ങനെ തുളഞ്ഞു കയറുന്നത് വിമർശനീയനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളഞ്ഞു കയറുന്നത് പോലെ തോന്നുന്ന അനുഭവം ഉണ്ടാവും നമുക്ക് വായിക്കുന്നവർക്ക് പോലും. കെ സരസ്വതി അമ്മ, കെ പി ഉമ്മർ, വി ടി നന്ദകുമാർ തുടങ്ങിയ ചെറുകഥാകൃത്തുക്കൾ ഇവരെല്ലാവരും മാസ്റ്ററുടെ വിമർശനത്തിന് പാത്രമായവരാണ്. പി കുഞ്ഞിരാമൻ നായർ, അദ്ദേഹത്തെക്കുറിച്ച് മേനോൻ മാസ്റ്ററുടെ നിരീക്ഷണം വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്നു, പല കടവുകളിലൂടെയും കടന്നുപോയിട്ടും ഒരു കടവിലും അടുക്കാൻ പറ്റാതെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് പി തൻ്റെ താമരത്തോണി എന്ന്. ഇനി ഇതിനേക്കാളും ഒരാളെ വിമർശിക്കാൻ ഇതിലും ശക്തമായൊരു ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ദിക്കിലും എത്തിപ്പെട്ടില്ല എന്നാണ് കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് പറയുന്നത്. പി കേശവദേവും ഇതുപോലെ മൂർച്ചയുള്ള അദ്ദേഹത്തിൻ്റെ നിരൂപണ ഖഡ്ഗം പതിച്ചിട്ടുള്ള വ്യക്തിയാണ്. തായാട്ടിൻ്റെയും മുണ്ടശ്ശേരിയുടെയും സംസ്കൃത നിരൂപണ ഗ്രന്ഥങ്ങളെ ഗ്രഹിക്കുന്നതിലുള്ള വൈകല്യം മേനോൻ മാസ്റ്റർ വ്യക്തമായി പരിഹസിക്കുന്നു. പലപ്പോഴും സംസ്കൃത ഗ്രന്ഥങ്ങൾ, നാടകങ്ങൾ, കാവ്യങ്ങൾ ഇവയൊക്കെ നിരൂപണം ചെയ്യുമ്പോൾ തായാട്ടിനെ സംബന്ധിച്ചും മുണ്ടശ്ശേരിയെ സംബന്ധിച്ചും അവർ ആ സംസ്കൃത കൃതികൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഭാഷാ സാഹിത്യ പ്രാവീണ്യം അവർക്കില്ലാതെ പോയി എന്ന്, ആ നിരൂപണം ചെയ്യാനുള്ള സാമർഥ്യത്തിന് അതിന് വേണ്ട വൈദൂഷ്യം അവർക്കില്ലാതെ പോയി എന്ന് പരിഹസിക്കുന്നത് തന്നെയുണ്ട്. സംസ്കൃത മഹാകവികളുടെ കാവ്യലോകത്തേക്ക് തീർത്ഥാടനം നടത്താൻ സർവഥാ അർഹനായ എൻ വി കൃഷ്ണവാര്യരെ പത്രപ്രവർത്തനം അപഹരിച്ചതിലെ തീവ്രവ്യഥ മേനോൻ മാസ്റ്റർ പലവട്ടം പ്രകാശിപ്പിക്കുന്നുണ്ട്. ഒരു ദിക്കിൽ മാത്രമല്ല, പല സന്ദർഭങ്ങളിലായിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്.
ഈ പത്രപ്രവർത്തനത്തിന് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഏറ്റവും വിലപ്പെട്ട നിരൂപണങ്ങൾ, സാഹിത്യ നിരൂപണ സൃഷ്ടികൾ NVയിൽ നിന്ന് നമുക്ക് ലഭിക്കുമായിരുന്നു. അത് മലയാളത്തിൻ്റെ വലിയൊരു നഷ്ടമാണ് എന്ന്. സൗമ്യവും ദീപ്തവുമായ വ്യക്തി ജീവിതത്തിലും അദൃശ്യവും അഭിഗമ്യവുമായ സാഹിത്യ നിരൂപണ വൃത്തിയിലും അസാമാന്യമായ വ്യക്തിപ്രഭാവം പുലർത്തിയ പ്രൊഫസർ MS മേനോൻ സാഹിത്യ നിരൂപണത്തിലെ ഗ്രാഹ്യത്യാജ്യ വിവേകത്തിൻ്റെ ഉത്തമ നിദർശനമാകുന്നു. മാഷുടെ തീവ്രവും പാവനവുമായ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ലഘു ഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു. മാഷെ ഇന്ന് അനുസ്മരിക്കാൻ കിട്ടിയത് വലിയ ഒരു സന്ദർഭം ലഭിച്ചത്, അതിനുള്ള കടപ്പാട് ഞാൻ സൂചിപ്പിക്കുന്നു. ഇതൊരു ഗുരുദക്ഷിണയാണ്, വാചാ ഉള്ള ഒരു ഗുരുദക്ഷിണ, അതുപോലെ തന്നെ ഒരു ശ്രാദ്ധം ഊട്ടലുമാണ്. ആ നിലയ്ക്ക് വളരെയധികം ചാരിതാർത്ഥ്യം ഈ വിഷയത്തിൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെന്നെ ക്ഷണിച്ച കേന്ദ്ര സംസ്കൃത സർവകലാശാല യുടെ എല്ലാ അധികാരികളോടും, വിശേഷിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ KK ഷൈൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പസ് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഒരുപാട് ഭൗതികമായിട്ടും വൈജ്ഞാനികമായിട്ടും ഒക്കെ അക്കാഡമിക്കൊക്കെ ആയിട്ട് വളരെ പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെയാണ് ദീർഘകാലം പ്രവർത്തിച്ച അധ്യാപകനായിട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ അച്ഛനും മുത്തശ്ശനും ഞാനും മൂന്നാമത്തെ തലമുറയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഇടയ്ക്ക് അതിനിടയ്ക്ക് കുറച്ച് കാലത്ത് പോയെങ്കിലും തിരിച്ച് വീണ്ടും എന്നെ അങ്ങോട്ട് കൊണ്ടുവരികയും എന്നെ അവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്യാൻ എന്നെ അനുവദിക്കുകയും ചെയ്ത എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരോടും എൻ്റെയുള്ള നിസ്സീമമായ കൃതജ്ഞത സൂചിപ്പിച്ചുകൊണ്ട് പ്രൊഫസർ നാരായണൻ, ഇതിൻ്റെ സംഘാടകനായുള്ള നാരായണനും, ഈ പരിപാടികളൊക്കെ മുഴുവൻ നടത്തുന്നതിൻ്റെ രക്ഷാധികാരിയായിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, നിങ്ങളുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ, എൻ്റെയും ബഹുമാനപ്പെട്ട ആൾ തന്നെയാണ് പ്രൊഫസർ